അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29 തിങ്കളാഴ്ച. മോദി ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ താലിയിൽ കൈവയ്ക്കാൻ കോൺഗ്രസിനെ സമ്മതിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വത്ത് പിടിച്ചെടുത്ത് വിതരണം ചെയ്യാമെന്ന കോൺഗ്രസിന്റെ സ്വപ്നം നടക്കില്ലെന്നും ജനങ്ങളുടെ സ്വപ്നമെന്തോ അതാണ് മോദിയുടെ സ്വപ്നമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2047 വരെ നിങ്ങൾക്കൊപ്പം, അതാണ് മോദിയുടെ സ്വപ്നം. ജനങ്ങളുടെ വോട്ട് തട്ടിയെടുത്ത് പ്രിയപ്പെട്ട മതത്തിന്റെ വോട്ട് ബാങ്കിന് വീതം വെച്ചു കൊടുക്കാനാണ് കോൺഗ്രസിന്റെ യുവരാജാവും സഹോദരിയും ശ്രമിക്കുന്നതെന്നും മോദി ആരോപിച്ചു. കർണാടകയിലെ ബെലഗാവിയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദി. വയനാട് സീറ്റിൽ ജയിക്കാൻ കോൺഗ്രസ് തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടുപിടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1000-ഓളം ക്ഷേത്രങ്ങൾ തകർത്ത ഔറംഗസേബിനെ പ്രകീർത്തിക്കുന്ന പാർട്ടികളുമായാണ് കോൺഗ്രസ് രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നതെന്നും നമ്മളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ തകർത്തവരെക്കുറിച്ചും കൊള്ളയടിച്ചവരെക്കുറിച്ചും ജനങ്ങളെ കൊലപ്പെടുത്തിയവരെക്കുറിച്ചും അവർ സംസാരിക്കുന്നില്ലെന്നും മോദി കുറ്റപ്പെടുത്തി. തനിക്കെതിരെ നടക്കുന്നത് ഗൂഢാലോചനയാണെന്നും അതിൽ മാധ്യമങ്ങൾക്ക് പങ്കുണ്ടെന്നും EP ജയരാജൻ. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കണ്ടിട്ടേയില്ല. പ്രകാശ് ജാവ്ദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ല. പോളിംഗ് ദിനത്തിൽ കൂടിക്കാഴ്ച വെളിപ്പെടുത്തിയതിൽ അസ്വാഭാവികതയില്ലെന്നും താൻ വഴി ചിലർ ലക്ഷ്യമിട്ടത് മുഖ്യമന്ത്രിയെയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ശിവനും പാപിയും പരാമർശം സ്വാഗതാർഹമാണെന്നും മുഖ്യമന്ത്രിയുടെ ഉപദേശം ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണെന്നും ജയരാജൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ എല്ലാവർക്കുമുള്ള ഉപദേശമാണ്. തെറ്റുപറ്റിയാൽ തിരുത്തി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കച്ചവട താൽപര്യം തലയ്ക്ക് പിടിച്ച് നിരന്തരം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നവർക്കിടയിലും ഒന്നും നേടാത്ത ചിലരുണ്ടിവിടെ. റെഡ് വോളണ്ടിയർമാരെ നോക്കി P ജയരാജൻ നിൽക്കുന്ന ചിത്രവുമായി റെഡ് ആർമിയുടെയും പോരാളി ഷാജിയുടെയും ഫേസ്ബുക്ക് പോസ്റ്റ്. പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പോസ്റ്റ്. ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ EPക്ക് ജാഗ്രത കുറവുണ്ടായി എന്നും ദല്ലാളുമാരുമായി ഇടതു നേതാക്കൾ അടുപ്പം പുലർത്തരുതെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കൺവീനർ സ്ഥാനം EP ഒഴിയണ്ടേ എന്ന ചോദ്യത്തിന് CPM ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം മറുപടി നൽകി. തിരുത്താൻ ആർജവം ഉള്ള പാർട്ടിയാണ് CPM എന്നും അദ്ദേഹം പറഞ്ഞു. സുതാര്യവും നീതിപൂർവവുമായ വോട്ടെടുപ്പ് നടന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംസ്ഥാനത്ത് ഇത്രയും മോശമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്നും ഇരട്ട വോട്ടുകളും മരണപ്പെട്ടവരുടെ വോട്ടുകളും ഒഴിവാക്കി വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുന്നതിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലുണ്ടായ ഗുരുതര വീഴ്ചകളെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പരാതിയിൽ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വിമർശനവുമായി CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിൽ BJP പ്രസിഡന്റിന് നോട്ടീസ് നൽകിയ സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് MV ജയരാജന്റെ പരാമർശം. തെരഞ്ഞെടുപ്പ് ചട്ടം തുടർച്ചയായി ലംഘിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ 27 പരാതികളാണ് വിവിധ സംഘടനകളും വ്യക്തികളും ഇലക്ഷൻ കമ്മീഷന് നൽകിയത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ മോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ BJP പ്രസിഡന്റ് നദ്ദയ്ക്കാണ് നോട്ടീസ് നൽകിയത്. കുറ്റം ചെയ്തയാളെ രക്ഷിക്കുകയും മറ്റൊരാൾക്ക് നോട്ടീസ് നൽകുകയും കുറ്റം ആവർത്തിക്കുകയും ചെയ്താൽ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്തിന് അപമാനമാണെന്ന് MV ജയരാജൻ പറഞ്ഞു. കാറിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് തിരുവനന്തപുരത്ത് നടുറോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവറും തമ്മിൽ തർക്കം. പട്ടത്തു നിന്നും പാളയം വരെ മേയറുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്നാരോപിച്ച് ബസ്സിനു മുന്നിൽ കാർ വട്ടം നിർത്തിയിട്ട ശേഷമായിരുന്നു തർക്കം. ഡ്രൈവർ മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. എന്നാൽ കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്നും മോശമായി പെരുമാറിയെന്നും കാണിച്ച് KSRTC ഡ്രൈവർ യദുവും പോലീസിന് പരാതി നൽകി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
ക്രൈസ്തവ പെൺകുട്ടികളുടെ പേര് പറഞ്ഞ് ഒരു വർഗീയ ശക്തികളും ഇവിടെ വർഗീയതയുടെ വിഷം വിതയ്ക്കാൻ പരിശ്രമിക്കേണ്ടതില്ലെന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. നമ്മുടെ ഇടയിൽ ഭിന്നതയുടെയും വർഗീയതയുടെയും വിത്തുകൾ വിതയ്ക്കാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും പരിശ്രമിക്കുന്നുണ്ട് എന്നത് തിരിച്ചറിയണമെന്നും പെൺകുട്ടികളെ സംരക്ഷിക്കാൻ സമുദായത്തിനറിയാമെന്നും പാംബ്ലാനി പറഞ്ഞു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് നൽകുന്നതിൽ വിദ്യാഭ്യാസ വകുപ്പ് പരിഷ്കാരങ്ങൾ വരുത്തി. SSLCക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നവർക്ക് ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റ് ഇനിയുണ്ടാകില്ല. നേരത്തെ SSLC പരീക്ഷയിൽ ഗ്രേസ് മാർക്കും ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് പോയിന്റും നൽകുന്ന രീതിയായിരുന്നു. ഇതിനാണ് മാറ്റം വരിക. മെയ് 1 മുതൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ വേണാട് എക്സ്പ്രസ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഒഴിവാക്കി എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ മാത്രം നിർത്തി യാത്ര നടത്തും. എറണാകുളം സൗത്ത് സ്റ്റേഷൻ ഒഴിവാക്കുമ്പോൾ എറണാകുളം നോർത്ത് ഷൊർണൂർ റൂട്ടിൽ വേണാട് എക്സ്പ്രസ് നിലവിലെ സമയക്രമത്തേക്കാൾ 15 മിനിറ്റോളം മുമ്പേ ഓടും. തിരിച്ചുള്ള യാത്രയിൽ എറണാകുളം നോർത്ത് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്റ്റേഷനിലും 15 മിനിറ്റോളം നേരത്തെ എത്തും. വടകരയിൽ ലീഗ് കളിച്ചത് തീക്കളിയാണെന്ന് KT ജലീൽ MLA. ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും SDPAയും ജനാധിപത്യ ഉത്സവത്തെ ഒരുതരം മതോത്സവമാക്കി മാറ്റി. മതവികാരം ഇളക്കിവിട്ട് കൃത്രിമമായ ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിച്ചു. വടകരയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് കമ്മിറ്റികളല്ലെന്നും കോടികൾ പ്രതിഫലം പറ്റിയ ഈവന്റ് മാനേജ്മെന്റ് ടീമായിരുന്നുവെന്നും ജലീൽ കുറ്റപ്പെടുത്തി. എല്ലാ ദുഷിച്ച പ്രചരണങ്ങളും നടത്തിയിട്ട് ഇപ്പോൾ ഹരിചന്ദ്രനാണെന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ എന്ന ആരോപണവുമായി P ജയരാജൻ. പ്രചരണ സമയത്ത് എല്ലാ തോന്നിയാസങ്ങൾക്കും ഷാഫി പിന്തുണ നൽകി. ഇപ്പോൾ അമർ അക്ബർ അന്തോണി എന്ന സിനിമയിലെ നല്ലവനായ ഉണ്ണിയെ പോലെയാണ് ഷാഫി പറമ്പിലെന്നും ജയരാജൻ പരിഹസിച്ചു. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ. KK ശൈലജ വർഗീയ ടീച്ചറമ്മ ആണെന്ന് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയുടെ ചിത്രത്തിനൊപ്പം KK ശൈലജയുടെ ചിത്രവും പങ്കുവച്ച പോസ്റ്റിൽ ശൈലജ ഏതാ ശശികല ഏതാ എന്ന് മനസ്സിലാകുന്നില്ലെന്നും രാഹുൽ പരിഹസിച്ചു. സംസ്ഥാനത്ത് നടന്നത് ശക്തമായ ത്രികോണ മത്സരമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ആരുടെയെങ്കിലും അഭിപ്രായം കേട്ടിട്ടോ പ്രശ്നം വെച്ചോ ഫലം പ്രവചിക്കാനില്ല. സംസ്ഥാനത്ത് UDFന് മുൻതൂക്കമുണ്ടെന്നും എന്നാൽ കഴിഞ്ഞ തവണത്തെ പോലെ വിജയം ലഭിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. തുടർച്ചയായ ദിവസങ്ങളിൽ അതിതീവ്രമായ ചൂട് രേഖപ്പെടുത്തിയതിന്റെയും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരുമെന്ന പ്രവചനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് തീരുമാനിച്ചു. സൂര്യാഘാതമേറ്റ് സംസ്ഥാനത്ത് ഇന്നലെ 2 പേർ മരിച്ചു. പാലക്കാട് എലപ്പുള്ളി സ്വദേശി ലക്ഷ്മി, മാഹി പന്തക്കൽ സ്വദേശി വിശ്വനാഥൻ എന്നിവരാണ് മരിച്ചത്. കിണറുപണിയെടുക്കുന്നതിനിടെയാണ് വിശ്വനാഥന് സൂര്യാഘാതമേറ്റത്. ലക്ഷ്മിയെ ശനിയാഴ്ച വൈകിട്ട് കനാലിൽ വീണുകിടക്കുന്ന നിലയിലാണ് കണ്ടത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാളിനെ സന്ദർശനാനുമതി വിലക്കി തീഹാർ ജയിൽ അധികൃതർ. അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് സന്ദർശിക്കാനാണ് ജയിൽ അധികൃതർ അനുമതി നിഷേധിച്ചത്. ഈ ആഴ്ചയിലെ സന്ദർശന ഷെഡ്യൂൾ പൂർത്തിയായെന്നാണ് ജയിൽ അധികൃതർ വ്യക്തമാക്കിയത്. ആഴ്ചയിൽ 2 തവണയേ സന്ദർശകരെ കാണാൻ അനുമതിയുള്ളൂവെന്നും സുനിത മുൻകൂർ അനുമതി വാങ്ങിയില്ലെന്നുമാണ് ജയിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. രാജ്യത്തിന്റെ സമ്പത്ത് കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന രാജസ്ഥാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിദ്വേഷ പ്രസംഗത്തിനെതിരായി വിമർശനം നടത്തിയ ബിക്കാനീർ BJP മുൻ ന്യൂനപക്ഷ സെൽ ചെയർമാൻ ഉസ്മാൻ ഗനി അറസ്റ്റിൽ. സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചെന്ന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്തത്. ഉസ്മാൻ ഗനിയെ നേരത്തെ BJPയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 24-നാണ് ഉസ്മാനെതിരെ പാർട്ടി നടപടിയെടുത്തത്. മോദിക്കെതിരായ വിമർശനത്തിന്റെ വീഡിയോ പ്രചരിച്ചതോടെയാണ് നടപടിയുണ്ടായത്. ദില്ലി PCC അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി PCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. സംഘടനാ തലത്തിലെ അതൃപ്തിയെ തുടർന്നാണ് രാജിയെന്നാണ് വിവരം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെ എതിർപ്പും രാജിക്ക് കാരണമായതായി സൂചനയുണ്ട്.
തെലങ്കാനയിൽ ബിജെപിയുടെ പ്രചാരണത്തിനിറങ്ങി നടി ഖുശ്ബു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിക്കൊപ്പം റോഡ് ഷോ നടത്തി. അനാരോഗ്യം ചൂണ്ടിക്കാട്ടി തമിഴ്നാട്ടിലെ പ്രചാരണത്തിൽ നിന്ന് നേരത്തെ ഖുശ്ബു പിന്മാറിയിരുന്നു. ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം ഉണ്ടെന്നായിരുന്നു വിശദീകരണം. മണിപ്പൂരിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായ ബൂത്തുകളിൽ റീപോളിംഗ് പ്രഖ്യാപിച്ചു. ഉക്രൂൽ, ചിങ്കായ്, ഖരോങ് നിയമസഭാ മണ്ഡലങ്ങളിലെ 6 ബൂത്തുകളിലാണ് ചൊവ്വാഴ്ച റീപോളിംഗ് നടത്തുക. കഴിഞ്ഞ ദിവസത്തെ പോളിംഗിനിടെ 4 ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ അടിച്ചു തകർത്തിരുന്നു. 19-ന് ആദ്യഘട്ട പോളിംഗ് നടന്നപ്പോഴും വിവിധയിടങ്ങളിൽ സംഘർഷവും വെടിവെപ്പും ഉണ്ടായതിനെ തുടർന്ന് 11 ബൂത്തുകളിലും റീപോളിംഗ് നടത്തിയിരുന്നു. കർണാടക ഹാസനിലെ JDS സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരെ അശ്ലീല വീഡിയോ വിവാദം. നേരത്തെ ഇത്തരം വീഡിയോകൾ ഉണ്ടെന്ന ആരോപണമുണ്ടായിരുന്നെങ്കിലും ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് ഇതാദ്യമാണ്. ദൃശ്യങ്ങൾ യഥാർത്ഥമാണെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നാഗലക്ഷ്മി ചൌധരി പറഞ്ഞു. വനിതാ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേസന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വ്യക്തമാക്കി. കർണാടകയിലെ ഹാസൻ ലോക്സഭാ മണ്ഡലത്തിലെ JDS സ്ഥാനാർത്ഥിയും ദേവഗൌഡയുടെ കൊച്ചുമകനുമായ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. പ്രജ്വലും അച്ഛൻ രേവണ്ണയും പലതവണ പീഡിപ്പിച്ചെന്ന് കാട്ടി ഒരു യുവതി നൽകിയ പരാതിയിലാണ് ഹൊലേനരസിപൂർ പോലീസ് ഇരുവർക്കുമെതിരെ കേസെടുത്തത്. സംഭവം വൻ വിവാദമായതോടെ പ്രജ്വൽ രാജ്യം വിട്ടു. ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഗാനത്തിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കാട്ടിയാണ് നടപടി. ഗാനം BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി BJP നേരത്തെ പരാതി നൽകിയിരുന്നു. നാണംകെട്ട കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരത്തിൽ വന്നാൽ ബീഫ് കഴിക്കാനുള്ള അനുമതി എല്ലാവർക്കും നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ബീഫ് കഴിക്കാനുള്ള അനുമതി നൽകിക്കൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കമെന്ന് മൊറാദാബാദിൽ നടന്ന BJP പ്രചാരണ പരിപാടിക്കിടെ യോഗി ആദിത്യനാഥ് ആരോപിച്ചു. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 9 വിക്കറ്റിന് തകർത്ത് പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 49 പന്തിൽ 84 റൺസ് എടുത്ത സായ് സുദർശന്റെയും 30 പന്തിൽ 58 റൺസ് എടുത്ത ഷാരൂഖ് ഖാന്റെയും മികവിൽ ഗുജറാത്ത് 200 റൺസ് അടിച്ചെടുത്തു. വിജയലക്ഷ്യം പിന്തുടർന്ന RCBക്കായി 41 പന്തിൽ 100 റൺസ് എടുത്ത വിൽ ജാക്സും 44 പന്തിൽ 70 റൺസ് എടുത്ത വിരാട് കോഹ്ലിയും ചേർന്ന് 4 ഓവറുകൾ ശേഷിക്കെ വിജയലക്ഷ്യത്തിലെത്തി. IPLൽ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 78 റൺസിനെ തകർത്ത് ചെന്നൈ സൂപ്പർ കിങ്സ്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 54 പന്തിൽ 98 റൺസ് എടുത്ത ഋതുരാജ് ഗെയ്ക്വാദിന്റെയും 32 പന്തിൽ 52 റൺസ് എടുത്ത ഡാരിൽ മിച്ചലിന്റെയും കരുത്തിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 212 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് 18.5 ഓവറിൽ 134 റൺസിന് ഓൾ ഔട്ടായി. ചെന്നൈക്കായി തുഷാർ ദേശ്പാണ്ഡ 4 വിക്കറ്റ് വീഴ്ത്തി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന് ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.